നമുക്കിനി അറിയാം ഇന്ന് നമ്മൾ അറിയുന്നത് തായ്ലാന്റ് യാത്രയെക്കുറിച്ചാണ്. എത്ര ചെലവ് വരും, പോയാൽ കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എവിടെ താമസിക്കും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ടാകും. യാത്രാ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ അറിയണ്ടേ. നമ്മോടൊപ്പം ചേരുന്നത് ട്രാവലറായ ആമിയാണ്. ആമി, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകരെ ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യാൻ പ്രേരിപ്പിക്കാറുണ്ട്. അപ്പൊ ഇന്ന് തായ്ലൻഡിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. തായ്ലൻഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണേണ്ടത്? തായ്ലൻഡില് ഒരുപാട് കാണാനുണ്ട് നമുക്ക്. തായ്ലൻഡില് പട്ടായ, ബാങ്കോക്ക്, കുറച്ച് അപ്പുറത്ത് പോയാല് നമുക്ക് കാഞ്ചനപുരി, ഫുക്കറ്റ്. ഇങ്ങനെ തായ്ലൻഡ് എന്ന് പറയുമ്പം വലിയൊരു രാജ്യം തന്നെയാണ്. ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള സ്ഥലമാണ്. അതില് നമ്മളുടെ മിക്ക ആളുകളും 3-4 ദിവസത്തെ പട്ടായ, ബാങ്കോക്ക് മാത്രം സെലക്ട് ചെയ്ത് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഞാൻ ചോദിക്കുന്നത്, അവിടെ പോയിട്ട് നമ്മളിപ്പോ ഒരാൾ പോവുകയാണെങ്കിൽ തായ്ലൻഡ് എന്ന് ഇപ്പൊ പറഞ്ഞ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ടുവരണമെങ്കിൽ എത്ര ദിവസം എടുക്കും? പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടുവരണമെങ്കിൽ മിനിമം 4-5 ദിവസമെങ്കിലും 5 ദിവസമെങ്കിലും മിനിമം നമുക്ക് വേണം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടുവരണമെങ്കിൽ. അതേ സംഭവം നമുക്ക് ഒരു 7 ദിവസം എടുത്തിട്ട് കാണാനുള്ള കാഴ്ചകളും തായ്ലൻഡിലുണ്ട്. ഒരു ലേഡീസ് ട്രിപ്പ് ഒക്കെ പോവാണെങ്കിൽ ഗംഭീരമായിരിക്കും അല്ലെ തായ്ലൻഡ്? അങ്ങനെ പോയിട്ടുള്ളവരുടെ റെസ്പോൺസ് എന്താണ്? ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും അയ്യേ എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മുടെ നാട്ടില്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ലേഡീസ് ഗ്രൂപ്പുമായിട്ട് പോകുന്ന ഒരാളാണ്. ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പൊ കൊണ്ടുപോകാറുണ്ട്. ലേഡീസ് ആയാലും ഫാമിലി ആയാലും കുട്ടികളായാലും പ്രായഭേദമന്യേ നമ്മൾ ആർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ്. ശരിക്കും കുഞ്ഞു പിള്ളേരാണെങ്കിലും ഒത്തിരി പ്രായമായ ആളുകളാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ശരിക്കും അടിച്ചു പൊളിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ലേഡീസ് ആണെങ്കിൽ പ്രത്യേകിച്ചും പറയണ്ട, റിലാക്സ് ചെയ്ത് നമുക്ക് വർക്ക് പ്രഷറിനും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഫാമിലി ആവുമ്പോൾ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റാതെ പിള്ളേരുമായിട്ട് ഒരു വെക്കേഷന് പോകണമെന്നൊക്കെ വെക്കുന്നവരാണെങ്കിൽ അവർക്കെല്ലാം ശരിക്കും അടിച്ചു പൊളിച്ച് വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് തായ്ലൻഡ്. പണ്ടായിരുന്നു എല്ലാവർക്കും അയ്യേ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന്നൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ട്. മിക്ക ആളുകളും തായ്ലൻഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ പറ്റും, എന്നാൽ ലക്ഷറി ആയിട്ടും പോയി വരാൻ പറ്റും. അതാണ് ബജറ്റ് ഫ്രണ്ട്ലി. അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ഭൂരിഭാഗം ആളുകൾ. അപ്പൊ എന്താണ് ബജറ്റ്, ഏകദേശം ബജറ്റ് ഒക്കെ ഒന്ന് പറയാമോ? ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പോയി വരാൻ പറ്റും. കാരണം ഒരു 4-5 മാസം മുന്നേ എയർ ഏഷ്യയുടെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ തായ് എയറിന്റെ ഫ്ലൈറ്റ് ഉണ്ട്. അത് നമുക്ക് 4-5 മാസം മുന്നേ ബുക്ക് ചെയ്യാം. അതിനകത്തെല്ലാം ഒരു 4-5 മന്ത് മുന്നേ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ വളരെ ചീപ്പായിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടും. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഹോട്ടലുകൾ ഇതെല്ലാം നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കിപ്പം ഒറ്റയ്ക്ക് സോളോ ആയിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ പോലെയുള്ള റൂം ഷെയറിങ്ങിനുള്ള റൂംസും അങ്ങനെയെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. എന്തായാലും ഒരു 40,000-50,000 രൂപയ്ക്കുള്ളിൽ ഒരാൾക്ക് തായ്ലൻഡ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ പറ്റും. എന്നാൽ ഒരു 1.5 lakh 2 lakh സ്പെൻഡ് ചെയ്തിട്ട് ലക്ഷറിയസ് ആയിട്ട് തായ്ലൻഡ് പോയി വരാൻ പറ്റുവാണെങ്കിൽ അതും ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിൽ പോയി, എങ്ങനെ വേണം നമ്മൾ തീരുമാനിക്കുക. അതെ അതെ. ആമി പറയുകയാണെങ്കിൽ ഈ താമസവും ഫുഡും അതെല്ലാവർക്കും ഒരു ആശങ്കയായിരിക്കും. പ്രത്യേകിച്ച് താമസത്തിന്റെ കാര്യത്തിന് അപ്പുറത്തേക്ക് ഫുഡിനെ കുറിച്ച് ഒരു ആശങ്ക ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ ഭക്ഷണവും പിടിക്കണമെന്നൊക്കെ ഒന്നുമില്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഭക്ഷണത്തിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ തായ്ലൻഡിൽ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാര്യം തായ്ലൻഡിൽ നല്ല നമ്മള് ഏത് രാജ്യത്ത് പോയാലും ഇപ്പൊ നമുക്ക് ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ അവൈലബിൾ ആണ്. തായ്ലൻഡിൽ മലയാളി കേരള റെസ്റ്റോറന്റ് അവൈലബിൾ ആണ്, ഇന്ത്യൻ റെസ്റ്റോറന്റ് അവൈലബിൾ ആണ്. പോരാത്തതിന് നമുക്ക് ചില തായ് ഫുഡുകളെല്ലാം ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിലും കൊച്ചിയിലൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. ചില തായ് ഫുഡൊക്കെ നമുക്ക് നമ്മുടെ ടേസ്റ്റില്, നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കോക്കനട്ടിന്റെ ടേസ്റ്റും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമ്മുടെ ടേസ്റ്റിലുണ്ട്. പിന്നെ ഏത് സ്ട്രീറ്റ് പോയാലും ബാങ്കോക്കിലായാലും പട്ടായയിലായാലും ഫുക്കറ്റിലായാലും എല്ലാം നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ ഒരുപാട് അവൈലബിൾ ആണ് അവിടെ. ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ടെൻഷൻ വരാറില്ല. എല്ലാവർക്കും ഇന്ത്യൻ ഫുഡ് കഴിച്ച് വേണ്ട, ഞങ്ങൾക്ക് തായ് ഫുഡ് മതി എന്നാണ് ലേഡീസ് ട്രിപ്പിൽ പറയാറുള്ളത്. എല്ലാരും എല്ലാം ഒന്ന് പരീക്ഷിക്കാവുന്നതായിരിക്കും നല്ലതല്ലേ? അതെ അതെ അതെ. ഒരു പ്രാവശ്യം പരീക്ഷിച്ചു നോക്കിയാൽ ഇഷ്ടപ്പെടുന്ന രുചിയാണ് നമുക്ക് തായ് ഫുഡ്. ആണല്ലേ. പിന്നെ മറ്റൊരു കൺസേൺ ഉള്ളത്, നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ഈ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ യാത്രാ സൗകര്യം എങ്ങനെയാണ് എന്നുള്ളതാണ്.
നമ്മളിപ്പം ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തതായിരിക്കും. അതല്ല സോളോ ആയിട്ട് പോകുന്ന ആളുകൾക്കാണെങ്കിൽ ഒരുപാട് ട്രെയിൻ ഓപ്ഷൻസ് ഉണ്ട്, ബസ് ഉണ്ട്, ടാക്സി ഉണ്ട്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഗ്രൂപ്പ് ടൂർ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുന്ന നമ്മുടെ വണ്ടി നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് എയർപോർട്ടിൽ വിടുന്നത് വരെയുള്ള വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എന്തായാലും തായ്ലൻഡിൽ പോവാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, മസ്റ്റ് ആയിട്ട് പോവേണ്ട. ആമി ഇത്രയും കാലം പോയതനുസരിച്ചിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പോയേ പറ്റൂ എന്ന് പറയുന്ന സ്ഥലം ഏതായിരിക്കും? എനിക്ക് മസ്റ്റായിട്ടും ഞാൻ വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 1981 പണി തുടങ്ങിയ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു മാന്ത്രിക ലോകമുണ്ട് അവിടെ. അതായത് നമ്മുടെ പട്ടായയിലാണ് അത്. വുഡും ഉണ്ട്, അതായത് മരം കൊണ്ട് സ്ത്രീകളാണ് 90% ഇരുന്ന് ഇത് ചെയ്യുന്നത്. ഒരു എന്താ പറയാ, ഒരു മാന്ത്രിക ലോകമാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ താജ്മഹൽ ഒന്നും അല്ലാന്ന് തോന്നിപ്പോകും ചിലപ്പോ നമുക്ക്, പക്ഷെ താജ്മഹലിനോളം വരില്ല. എന്നാലും മരം കൊണ്ട് ഒരുപാട് ശില്പങ്ങൾ കൊത്തി മഹാഭാരത കഥകൾ പോലെ ഒരുപാട് 3-4 ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേർന്ന് ഒരു കൊട്ടാരം ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അത് ഒരു അത്ഭുതം തന്നെയാണ്. അതിനകത്തോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഹെൽമെറ്റ് ഒക്കെ തരും. ആ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഒരു ഗൈഡുമായിട്ടാണ് നമ്മൾ അവിടെ പോവുക. അത് പോയി അവര് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. പക്ഷെ അത് നമ്മൾ കുറച്ച് ദൂരെ നിന്ന് കാണുമ്പോൾ താജ്മഹൽ കാണുന്ന അത്രയും ഒരു പ്രതീതി വരും നമ്മുടെ മനസ്സിൽ. നമ്മളൊരു ഒരു ഒരു ലോകത്ത് എത്തിപ്പെടുന്ന പോലെയാണ്. പിന്നെ നമ്മൾ ഓരോ കൊത്തുപണിക്കും ഓരോന്നിനും ഓരോ ചരിത്രമുണ്ട്. അത് അവർ പറഞ്ഞു തരും നമുക്ക്. 1981 അതിന്റെ പണി തുടങ്ങിയിട്ടുള്ളത്. ഇന്നും അത് പണി അവസാനിക്കാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും മസ്റ്റ് ആയിട്ട് കാണണമെന്നാണ് ആമി പറയുന്നത്. എല്ലാം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട. ഇത് പോയിട്ട് അവരുടെ കുറച്ച് സസ്പെൻസ് അവിടെ കിടന്നോട്ടെ ആമി. നമുക്ക് വീണ്ടും കാണണം. ഇനിയും പല സ്ഥലങ്ങളും നമുക്ക് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണം. അവരെ ആഗ്രഹമുള്ളവരെ എല്ലാവരെയും കൊണ്ടുപോകണം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം. താങ്ക് യു. അപ്പൊ ന്യൂസ് 3 ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വിമൻസ് ഡേ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിമൻസ് ഡേ.